പൊന്മരം പൂക്കുമ്പോൾ ചിത്രീകരണം. രചന പി. അംബുജാക്ഷി. എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ വിഷുക്കാലമെത്തി. കേരളത്തെ പൊന്നണിയിക്കാൻ വീണ്ടും ഒരു വിഷുക്കാലം. പ്രകൃതിദേവി തന്നെ കണിയൊരുക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കുന്നു. അടിമുടി പൂത്തു നിൽക്കുന്ന കൊന്നപ്പൂമരം, മഞ്ഞയും ചുവപ്പും നിറങ്ങളുള്ള ഗുളോപ്പുകൾ ഒരുക്കി മാവുകൾ, ഫലസമൃദ്ധിയുടെ അഭിമാനത്തോടെ നിൽക്കുന്ന പ്ലാവുകൾ, വേനൽ കായ്കറി കൃഷിയുടെ സമൃദ്ധി അറിയിക്കുന്ന വെള്ളരിപ്പാടങ്ങൾ. ഇതൊക്കെയാകാം വൈലോപ്പിള്ളിയെക്കൊണ്ട് ഇങ്ങനെ പാടിച്ചത്. നമ്മളിദേവര നോറ്റു ഭജിച്ചൊരു മംഗളദേവത നാം നിരൂപിക്കാതിങ്ങെഴുന്നള്ളിയിരുന്നു. കാണുക കിങ്ങിണി പോലെ സുവർണ സുമങ്ങ ഇണങ്ങിയ കൊന്നമരം വഴിവക്കിൽ, ഇങ്ങീത്തരുവിൽ ചാരി ദേവി നുറുങ്ങിട. അല്ലാതെങ്ങനെ ഇലകളുണങ്ങിയുതിർന്നൊരു പാവം മരമിതു പൊൻകണി വയ്ക്കാൻ സംഗതിയായി. കേരളത്തെ പൊന്നണിയിക്കാൻ കൊന്നപ്പൂക്കളുമായി വസന്തകാലം വന്നെത്തി. കാമിനിമാർ പണ്ട് കർണാഭരണമായി അണിഞ്ഞിരുന്ന പൂവാണ് കൊന്നപ്പൂ. അതുകൊണ്ട് ഈ പൂവിന് കർണികാരം എന്ന ഒരു ബിരുദ് ലഭിച്ചിട്ടുണ്ട്. പുഷ്പാഭരണം ചാർത്തി നിൽക്കുന്ന പ്രകൃതിയെ കണ്ട് മറ്റൊരു കവി പാടി, മഹാകവി കുമാരനാശാൻ. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ, പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. എല്ലായിടവും പുഷ്പഗന്ധം പരത്തി മെല്ലിന്നു തെക്കുന്നു വീശുന്നു വായു. ഉല്ലാസമി നീണ്ട കൂകൂരവത്താൽ, 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 ഉല്ലാസമി നീണ്ട കൂകൂരവത്താൽ. എല്ലാവർക്കുമേകുന്നിതേ കോകിലങ്ങൾ, എല്ലാവർക്കുമേകുന്നിതേ കോകിലങ്ങൾ. ചന്തം ധരക്കേറിയായി, ചന്തം ധരക്കേറിയായി ശീതവും പോയി, അന്തിക്കു പൂങ്കാവിൽ ആളേറെയായി. സന്തോഷമേറുന്നു, സന്തോഷമേറുന്നു ദേവാലയത്തിൽ, പൊന്തുന്നു വാദ്യങ്ങൾ. വന്നു വസന്തം, വന്നു വസന്തം, വന്നു വസന്തം. ഈ പൂക്കാലത്തോട് ചേർന്നു വരുന്ന ഉത്സവമാണ് വിഷു. അതായത് ഗ്രീഷ്മ ആരംഭത്തിലുള്ള ഉത്സവം. ഭാരതത്തിൽ ഉടനീളം പുതുവത്സര ദിനമായി ആഘോഷിക്കുന്ന ഈ ദിവസത്തിന് ഒരു സവിശേഷതയുണ്ട്. അന്ന് സൂര്യൻ നേരെ കിഴക്കുദിക്കുന്നു. രാവും പകലും തുല്യമാണ്. അതുകൊണ്ട് ഈ ദിവസത്തെ വിഷുവത് പുണ്യകാലം എന്നും വിളിക്കാറുണ്ട്. മീനം പകുതിയാകുമ്പോഴേക്കും കൊന്നകൾ പൂത്തു തുടങ്ങും. കാലത്തിൻ്റെ കണിശതയോടെയുള്ള പൂക്കാലം. വിത്തും കൈക്കോട്ടും എടുക്കാറായി എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഉത്തരായന പക്ഷി എന്ന സ്ഥാനപ്പേരുള്ള വിഷുപ്പക്ഷിയും
പറന്നെത്തുന്നു. മകരക്കൊയ്ത്തിനു ശേഷം ഉത്സവ ആഘോഷങ്ങളുടെ ആനന്ദത്തിൽ മതിമറന്നിരിക്കുന്ന കർഷകനെ അടുത്ത വിളവിറക്കാൻ സമയമായി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പുത്തൻ വർഷത്തിൽ പുലരിക്കണി കാണാൻ എത്തും കിളിപാടി വിത്തും കൈക്കോട്ടും പേടി സ്വപ്നം പോയി മൂഢസ്വർഗം പോയി മൂടുമിരുട്ടും പോയി നാടിതുണർന്നല്ലോ. കനകദ്യുതി കുന്നിൻ കടകത്തിനുമീതെ കത്തും നെയ്ത്തിരിയും കസവിൻ തൂനരയും ചുറ്റും കൊന്ന പൂങ്കൊത്തുമെഴും വാനിൽ മെത്തും കിളിപാടി വിത്തും കൈക്കോട്ടും. സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് വിഷുസംക്രമം എന്ന് പറയുന്നത്. സംക്രാന്തി നാളിൽ സന്ധ്യയ്ക്ക് തന്നെ വിഷുക്കണി ഒരുക്കുന്നു. പിറ്റേന്ന് കൺ തുറന്ന ഉടനെ കണി കാണാൻ. ഉരുളിയിൽ കേരമുറികളിൽ കത്തിയെരിയുന്ന കിഴിത്തിരികളും കണിമലർ ചാർത്തും തെളിനീർക്കിണ്ടിയും മണിവാൽ കണ്ണാടി പുടവയും. ഇങ്ങനെ തുടങ്ങുന്നു കണിയൊരുക്കങ്ങൾ. ഓട്ടുരുളിയിൽ കണിക്കൊന്നപ്പൂക്കൾ, കണിവെള്ളരി, പഴങ്ങൾ, വാൽക്കണ്ണാടി, അക്ഷതം, മഷിക്കൂട്, സിന്ദൂരച്ചെപ്പ്, അലക്കിയ മുണ്ട്, വെറ്റില, അടയ്ക്ക, സ്വർണം, നാണയങ്ങൾ, നാളികേരമുറി എന്നിവ ഒരു കൃഷ്ണവിഗ്രഹത്തിൻ്റെ മുൻപിൽ ഒരുക്കി വയ്ക്കുന്നു. വള്ളുവനാടൻ പ്രദേശങ്ങളിൽ എരുക്കിൻ പൂമാലയും കൃഷ്ണവിഗ്രഹത്തിൽ ചാർത്താറുണ്ട്. തിരുവാതിരയ്ക്ക് കൂവപ്പൊടി എന്ന പോലെ പ്രധാനമാണ് വിഷുവിന് ചക്കയും. തിരുവാതിര നാളിൽ കൂവനൂറും മഞ്ഞളും വെള്ള, മഞ്ഞ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ വിഷു ദിവസം ചക്കയെ പനസം എന്നാണ് പറയാറുള്ളത്. ജീവിത സാഹചര്യം കൊണ്ട് കണിവയ്ക്കാൻ സാധിക്കാത്തവർ നിലവിളക്കിന് മുൻപിൽ ചക്ക മുറിച്ചു വെച്ച് കണി കാണുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. വീട്ടിലെല്ലാവരും കണി കണ്ട ശേഷം വളർത്തുമൃഗങ്ങൾക്കും കണി കാണിക്കും. അതായത് കുട്ടിക്കുഞ്ഞു പരാധീനങ്ങൾ എല്ലാവരും കണി കാണണം. തുടർന്ന് തറവാട്ടിലെ കാരണവർ എല്ലാവർക്കും വിഷുക്കൈ നീട്ടം കൊടുക്കും. വിഷുക്കണിയുടെ ഗൃഹാതുര സ്മരണകൾ. കനകക്കിങ്ങിണി വള കൈമോതിരം അണിഞ്ഞുവായുണ്ണി കണി കാൺമാൻ. കതിരവൻ വന്നു കിഴക്കുതിക്കുമ്പോൾ വിഷു കാണാനമ്മ വിളിക്കുമ്പോൾ എന്ന് തൻ്റെ ബാല്യം അയവിറക്കുന്ന മഹാകവി വൈലോപ്പിള്ളി നമ്മയും ആ ബാല്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുവോ? ഒരു കൈനീട്ടത്തിൻ്റെ സ്മരണയിലുള്ള അമ്മാവനെ നോക്കൂ. പതിവിൻപടി വിഷുക്കണി കണ്ടുഷസിങ്കൽ സ്ഥിതി ചെയ്തിതമ്മാവൻ കോലായിൽ കസാലയിൽ തൻ ബക്കൽ പൊതിക്കാശും വായയിൽ മുറുക്കാനും ഇമ്പത്തിൽ നിറച്ചു വച്ചമ്മാവൻ തന്നോടു താൻ ചൊല്ലുന്നു. പണ്ടാണെങ്കിൽ കാലണയരയണ അല്ലെങ്കിൽ അരക്കാലും മുന്തിയ വിഷുക്കേട്ടം. പിന്നീട് പടക്കങ്ങളും കമ്പിത്തിരികളും നാടിനെ ശബ്ദമുഖരിതവും വർണ്ണാഭവും ആക്കുന്നു. വിഷുവിൻ്റെ മുഖ്യ വിഭവമാണ് വിഷുക്കഞ്ഞി. അരി കഴുകി ചുക്ക് ചതച്ചിട്ട്
നവധാന്യങ്ങൾ വറുത്തു ചേർത്താണ് വിഷുക്കഞ്ഞി ഉണ്ടാക്കുന്നത്. കഞ്ഞി വെന്ത് വാങ്ങിവെച്ച ശേഷം അതിൽ നാളികേരം ചിരകിയിടുന്നു. വാഴപ്പോള കൊണ്ടുണ്ടാക്കിയ തടയിൽ വാഴയില വെച്ച് അതിലാണ് കഞ്ഞി വിളമ്പുന്നത്. കോരി കുടിക്കാൻ പച്ചപ്ലാവില കോട്ടിക്കുത്തിയത്. ഇതിനുള്ള ഉപദംശങ്ങൾ ചക്ക വറുത്തതും ചക്കക്കൂട്ടാനും തന്നെ, കൂടെ ശർക്കരയും നാളികേരപ്പൂളും. വിഷുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു വിഭവമാണ് വിഷുക്കട്ട. ഈ വിഭവത്തിനും പ്രാദേശിക സ്വഭാവമുണ്ട്. നാളികേരപ്പാലിൽ ഉണക്കലരിയും ജീരകവും ഉപ്പും ചേർത്ത് കുറുക്കിയെടുക്കുന്ന ഒരു വിഭവമാണിത്. കുറുകി വെള്ളം വറ്റിയ ശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി തണുക്കുമ്പോൾ കട്ടകളായി മുറിച്ചെടുക്കുന്നു. പച്ചപ്പറങ്കിയണ്ടി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇതിനോട് ചേർത്ത് കഴിക്കുന്നത്. എന്തു സ്വാദ് അല്ലേ! ഉച്ചയ്ക്ക് ശേഷം ഓട്ടട ചുട്ട് കൈക്കോട്ടുചാൽ ആചരിക്കുന്നു. എങ്ങനെയാണ് ഈ കൈക്കോട്ടുചാൽ അനുഷ്ഠിക്കുന്നത് പറയാം. ആദ്യമായി വിത്തിറക്കാനുള്ള സൗഭാഗ്യം കിട്ടുന്നത് വിഷുവിനാണ്. അന്ന് കൈക്കോട്ടിനെ കുളിപ്പിച്ച് അരിമാവും കൊന്നപ്പൂവും കൊണ്ട് അലങ്കരിക്കുന്നു. പിന്നീട് അതിനെ അടുക്കളമുറ്റത്ത് കളം വരച്ച് പ്രതിഷ്ഠിക്കുന്നു. ആ കൈക്കോട്ടിൻ്റെ മുമ്പിൽ നെടുകയായി 7 പച്ചപ്ലാവില, മുത്തിപ്ലാവില എന്ന് വിളിക്കുന്ന ആകൃതിയിൽ കോട്ടിക്കുത്തി വയ്ക്കുന്നു. ഓട്ടട പൊട്ടിച്ച് ആ പ്ലാവിലകളിൽ വെച്ച് കൊന്നപ്പൂക്കൾ കൊണ്ട് പൂജിക്കുന്നു. പൂജയ്ക്ക് ശേഷം ആ കൈക്കോട്ട് കൊണ്ട് തന്നെ ആ പ്ലാവില വെച്ച കളങ്ങളിൽ കൊത്തുകയാണ്. തുടർന്ന് അതേ കൈക്കോട്ട് കൊണ്ട് തന്നെ തൊടികളിൽ തടമെടുത്ത് മത്തൻ, കുമ്പളം മുതലായ പച്ചക്കറികൾ നടാനുള്ള ശ്രമമായി. കൈവരുമാണ്ടിനു പൊൻ കൈനീട്ടം നൽകാൻ മർത്യനു കൈമുതലേ വിത്തം കൈക്കോട്ടും വിത്തം വിഘ്നത്തിൽ കൊത്തം കൈക്കോട്ടും യത്നം ചെയ്യട്ടെ വിത്തം കൈക്കോട്ടും വിത്തം കൈക്കോട്ടും. വിത്തും കൈക്കോട്ടും എന്നാണല്ലോ കവി പാടുന്നതും. ഇതോടൊപ്പം തന്നെ വീട്ടിൻ്റെ ഉമ്മറമുറ്റത്തും ഒരു ചടങ്ങുണ്ട്. അരിമാവ് കൊണ്ട് കളം വരച്ച് അതിൽ ഒരു അമ്മിക്കുഴവി വയ്ക്കുന്നു. അതിനെയും അരിമാവ് കൊണ്ട് അണിഞ്ഞ് കൊന്നപ്പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു. സാമുദായിക കൂട്ടായ്മയെ ഊട്ടി ഉറപ്പിക്കുകയാണ് എല്ലാ ഉത്സവങ്ങളുടെയും ലക്ഷ്യം. ഇന്നും നാട്ടിൻപുറങ്ങളിൽ കണിയാന്മാർ വിഷു കൊണ്ടുവരാറുണ്ട്. കണി കാണാനും പാടത്ത് ചാലിടാനും വിതയ്ക്കാനും ഉള്ള മുഹൂർത്തങ്ങൾ, അക്കൊല്ലത്തെ കാലാവസ്ഥ എന്നിവയെല്ലാം ആ വിഷുവോലയിൽ കുറിച്ചിട്ടുണ്ടായിരിക്കും. വിഷുവോല സ്വീകരിക്കുന്ന കുടുംബനാഥൻ കണിയാന് അളവ് എന്ന പേരിൽ നെല്ലും വിഷുക്കൈ നേട്ടവും നൽകുന്നു. വിവിധ സമുദായക്കാർ അവരുടെ കുലത്തൊഴിൽ അനുസരിച്ചുള്ള വസ്തുക്കൾ കൊണ്ടുവരാറുണ്ട്. അതിന് വിഷുവെക്കൽ എന്നാണ് പറഞ്ഞിരുന്നത്. കുട, മുറം, കത്തി, മരപ്പാത്രങ്ങൾ എന്നിവയൊക്കെ വിഷുവെക്കൽ വസ്തുക്കളാണ്. അത് കൊണ്ടുവരുന്നവർക്കെല്ലാം അളവും വിഷുക്കൈ നീട്ടവും പതിവാണ്. ഇതിനു പുറമെ വിഷു എടുക്കൽ എന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു. ഗൃഹനാഥൻ തൻ്റെ കർഷക തൊഴിലാളികൾക്ക് നെല്ല്, അരി, നാളികേരം എന്നിവ സമ്മാനിക്കുന്നു. അത് സ്വീകരിച്ചയാൾ ഒരു കൊല്ലം മുഴുവൻ ആ ഗൃഹനാഥൻ്റെ കൃഷിപ്പണി ചെയ്യാൻ ബാധ്യസ്ഥനാകുന്നു. തൻ്റെ പണിക്കാരനെയും കുടുംബത്തെയും നോക്കി രക്ഷിക്കേണ്ടത് ആ ഗൃഹനാഥൻ്റെ കടമയാണ്. അങ്ങനെ ആ സ്ഥാനം കിട്ടിയ തൊഴിലാളി വിഷുവോലയിൽ പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ വിത്ത് ഇറക്കുന്നു, കൊയ്യുന്നു, നേടുന്നു, സന്തോഷിക്കുന്നു.
ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പഴങ്കഥകളായി മാറുന്നു. AD 844 മുതൽ 885 വരെ ചേര സാമ്രാജ്യം ഭരിച്ചിരുന്ന സ്ഥാണു രവിവർമ്മയുടെ കാലം മുതൽക്കേ ഈ നാട്ടിൽ വിഷു പ്രസിദ്ധമായിരുന്നു. വിഷുവിനെക്കുറിച്ച് പൗരാണികമായ ചില ഐതിഹ്യങ്ങളും ഇല്ലെന്നില്ല. അക്കൂട്ടത്തിൽ രാമാവതാരവും കൃഷ്ണാവതാരവും തന്നെയാണ് ഏറെ പ്രസിദ്ധി നേടിയിട്ടുള്ളത്. 14 ലോകവും വിറപ്പിച്ച രാവണനാണ് രാമകഥയിലെ ഒരു കഥാപാത്രം. കഥയെന്തെന്ന് ഈ വാമൊഴികൾ സാക്ഷ്യപ്പെടുത്തുന്നു. കേൾക്കൂ. മാമുനിന്റെ മൂത്ത ചക്കൻ രാവണൻ കുട്ടി ഓനാണി ലങ്കയില നാട് വാഴുമ്പോ സ്വർഗവും നരകവും അവൻ തോപ്പിച്ചലാണ്. ആ ഭൂമി മലയാളം വിറപ്പിച്ചലാണ്. സൂര്യനെയും ചന്ദ്രനെയും തോപ്പിച്ചലാണ്. ഭൂമി മലയാളം വിറപ്പിച്ചലാണ്. രാവണന്റെ സുവർണപുരിയിലേക്ക് പ്രവേശിക്കാൻ സൂര്യകിരണങ്ങൾ പോലും ശങ്കിച്ചു നിന്നു. കാരണം രാവണന്റെ ഇത്തരം ഭീഷണികൾ തന്നെ. എന്താണ്ടാ ചൂരിയ നീ എൻ്റെ അറയിൽ വന്നത്? നിന്നെ ഞാനിപ്പ തന്നെ വെള്ളം മറന്നു കെടുത്തും. അപ്പോൾ ഭയന്ന് വിറച്ച സൂര്യന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. ഇല്ലെന്റെ തമ്പീരാനെ വഴി മാറിപ്പൊക്കോളാം. കൊല്ലല്ലേ തമ്പീരാനെ ഇനി വജ്ജിക്ക് പോകൂല. അങ്ങനെ പേടിച്ച സൂര്യൻ അന്നു മുതൽക്ക് കിഴക്കുനിന്ന് നീങ്ങി നീങ്ങി ഉദിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞു. അവസാനം ദശരഥൻ തമ്പിരാന്റെ താത്ത തിത്തൈത്തിത്തോം മൂത്ത ചക്കൻ ചീരാമൻ തകത തിത്തൈത്തിത്തോം ജനകന്റെ മോളായ സീതേനെ വേട്ടുവല്ലോ. ഓളയല്ലേ രാവണൻ കട്ടോണ്ട് പോയത്. രാവണനെ ചീരാമൻ അമ്പെറിഞ്ഞ് കൊന്നല്ലോ. പിറ്റേന്ന് സൂര്യനും നേരെ പൊങ്ങിപ്പോന്നല്ലോ. പിറ്റേന്ന് സൂര്യനും നേരെ ഉദിച്ചല്ലോ. ഭൂമി മലയാളം ആർപ്പൂ വിളിച്ചല്ലോ. ആ ഭൂമി മലയാളം ആർപ്പൂ വിളിച്ചല്ലോ. അങ്ങനെ സൂര്യൻ പേടി കൂടാതെ കിഴക്കുദിക്കാൻ തുടങ്ങിയത് വിഷുവിനാണത്രേ. നരകാസുരവധത്തിൻ്റെ ആഘോഷമാണത്രേ കൃഷ്ണകഥയുമായി വിഷുവിനെ ബന്ധിപ്പിക്കുന്നത്. ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ആചാരങ്ങൾ പഴങ്കഥകളായി മാറി. ഋതുചക്രത്തിനും മാറ്റങ്ങൾ വന്നു തുടങ്ങി. മഴയും വെയിലും മഞ്ഞും കാറ്റും ഒക്കെ കാലം തെറ്റിയെത്തുന്നു. എന്നാലും ഇന്നും കണിക്കൊന്ന പൂക്കുന്നുണ്ട്. കള്ളക്കണക്കെഴുതി ഒന്നും പൂഴ്ത്തിവെക്കാത്ത നേർ മനസ്സുപോലെയാണ് കണിക്കൊന്ന പൂക്കുന്നത്. ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടാണ്, കാലമായില്ലേ, എനിക്ക് പൂക്കാതിരിക്കാൻ ആവില്ല എന്ന് നമ്മളോട് പറയുന്നത് പോലെ. പൂക്കൾ കൊഴിഞ്ഞ് നിസ്വയായിത്തീരുന്ന ആ ഗ്രാമശ്രീയുടെ ഓർമ്മയാണ് ഇപ്പോൾ ഉള്ളത് എങ്കിലും നമുക്ക് ആ ഓർമ്മയിലും ഇങ്ങനെ ആശംസിക്കാം. ഏതു ദൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും ഏതു യന്ത്രവത്കൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. വിഷു വയ്ക്കാനും എടുക്കാനും ആളുകൾ ഇന്ന് വരുന്നില്ല.
കൈനീട്ടം കൊടുക്കാനും വാങ്ങാനും കാരണവന്മാരും കൊച്ചുമക്കളും ഇല്ലാതായിരിക്കുന്നു. അഥവാ കാരണവന്മാരോ കൊച്ചുമക്കളോ ഇതിന് തയ്യാറായാലും അതിന് പണ്ടത്തെ ഗ്രാമീണതയുടെ സൗന്ദര്യം കുറഞ്ഞുപോയോ? കാർഷിക പഞ്ചാംഗത്തിൻ്റെ ഈ പുതുവർഷ പുലരിയിൽ എന്തൊക്കെയായാലും നമുക്ക് എല്ലാവർക്കും വിഷുവിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും വിഷു ആശംസകൾ നേരാം. ആ ഗ്രാമഭംഗിയും നമ്മുടെ നാടിൻ്റെ സൗന്ദര്യവും ഈ വിഷുക്കാലവും ഒരു കാലത്തും മായാതിരിക്കട്ടെ. കണിക്കൊന്ന എല്ലാ വർഷവും നമ്മളെ മറക്കാതെ ഓർമ്മിപ്പിക്കട്ടെ. എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. വിഷുക്കാലമെത്തി, വിഷുക്കാലമെത്തി, വിഷുക്കാലമെത്തി. പൊന്മരം പൂക്കുമ്പോൾ ചിത്രീകരണം. രചന കവിതാലാപനം പി അംബുജാക്ഷി. ആഖ്യാനം ഡോക്ടർ സി ശാന്തകുമാരി. നിർവഹണം പ്രീതി ജോസഫ്.